വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. ഇന്ന് 45 ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ 4th ഡേ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് റിവിഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം. ഇതുവരെ പഠിച്ച് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നമുക്ക് പഠിക്കാനുള്ള മാക്സിമം ടോപ്പിക്സ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തേത് കളക്റ്റീവ് നൗൺസാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ഓഫ് പേഴ്സൺസ് ആൻഡ് തിങ്സിനെ നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു കൂട്ടത്തെ നമ്മൾ ഒരുമിച്ച് പറയുന്നൊരു പേരാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ആൻ ആർമി ഓഫ് ഫ്രോഗ്സ്, ആൻസ്, കാറ്റർപില്ലർ, സോൾജിയേഴ്സ്. നമ്മൾ ഈ ഒരു ഫ്രോഗ്സിൻ്റെയും ആൻസിൻ്റെയും കാറ്റർപില്ലേഴ്സിൻ്റെയും സോൾജിയേഴ്സിൻ്റെ ഒരു കൂട്ടത്തെ പറയുന്ന പേരാണ് ആൻ ആർമി. എക്സാമിന് ചോദിക്കുമ്പോൾ ഇത് ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കണം. ആർമി ഓഫ് ഫ്രോഗ്സ്, ആൻസ്, കാറ്റർപില്ലേഴ്സ് ആൻഡ് സോൾജിയേഴ്സ്. ആൻ ആന്തോളജി ഓഫ് പോയംസ്. ആൻ ആന്തോളജി ഓഫ് പോയംസ്. എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻ. A band of musician. A bench of magistrates or judges. A bench of magistrates or judges. A board of directors or trustees. A board of directors or trustees. A brace of pigeons or pistols. A brace of pigeons or pistols. A bunch of keys, grapes, flowers and plantains. A bunch of keys, grapes, flowers and plantains. A bundle of sticks or hay. Bundle of sticks or hay. A bunding of flags. A hunting of flags. A cluster of galaxy of stars or grapes. A clutch of eggs. A choir of singers. A colony of peoples or ants. A council of advisors. A chain of men, mounted students. A code of laws. A cattle of slaves. A company of soldiers or merchants. A fleet of cars or ships. A flight of birds, stairs, steps. അപ്പോൾ ഈ ഒരു കളക്റ്റീവ് നൗൺസ് എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക. കൂടാതെ എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഗീസ് ഓർ ഷീപ്സ്. എ ഗാങ് ഓഫ് റോബേഴ്സ് ഓർ സ്ലാവ്സ്. എ ഗാങ് ഓഫ് കൺവിക്ട്സ് ഓർ ലേബറർ. എ ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റർ ഓഫ് ഐലൻഡ്. എ ഹേർഡ് ഓഫ് കാറ്റിൽ ഓർ ഡിയർ. എ ഹേർഡ് ഓഫ് സ്വൈൻസ് ഓർ പിഗ്സ്. A herd of elephants or asses. A hoard of gold. A kennel of dogs. A library of books. A litter of cubes. A litter of puppies. A pride of lions. A parliament of owls. A pair of shoes. A pack of cards. A pencil of rays. A school of whales or dolphins or fish. A safe of ducks. A shower of fish, a tissue of lye, a troop of monkey or baboons, a tribe of natives. ഈ തന്നിരിക്കുന്ന കളക്റ്റീവ് നൗൺസ് എല്ലാം തന്നെ നന്നായി പഠിക്കുക. ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കളക്റ്റീവ് നൗൺസ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് കുറച്ച് സിംഗുലർ ആൻഡ് പ്ലൂറൽ വേർഡ്സ് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സിംഗുലർ വേർഡ് മീഡിയം. അതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് മീഡിയയാണ്. സ്റ്റേഡിയം പ്ലൂറൽ ഫോം സ്റ്റേഡിയ. അക്വേറിയം പ്ലൂറൽ ഫോം അക്വേറിയ. ഡേറ്റം പ്ലൂറൽ ഫോം ഡേറ്റ. ഇനി ഈ തന്നേക്കുന്ന സിംഗുലർ ഫോമെല്ലാം അവസാനിക്കുന്നത് UMലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്ലൂറൽ ഫോം ലാസ്റ്റ് എയിലാണ് അവസാനിക്കുന്നത്. ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളവയാണേ. അടുത്ത സിംഗുലർ പ്ലൂറൽ വേർഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ ബേസിസ്. പ്ലൂറൽ ഫോം ബേസസ് ആയി മാറും. ക്രൈസിസ് ക്രൈസസ് ആയി മാറും. ആക്സിസ് ആക്സസ് ആയി മാറും. തീസിസ് ആയി മാറും. ഡയഗ്നോസിസ് ആയി മാറും. സിംഗുലർ ഫോം ISൽ അവസാനിക്കുന്നത് പ്ലൂറൽ ഫോമിൽ ESലാണ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് വേർഡ്സ് നോക്കാം. ക്രൈറ്റീരിയോൺ ക്രൈറ്റീരിയ. ഫിനോമിനോൺ
ഫിനോമിന. ഇതെല്ലാം തന്നെ ONൽ അവസാനിക്കുന്ന സിംഗുലർ ഫോം എയിലാണ് അവസാനിക്കുന്നത്. ഈ ഫിനോമിനൻ എന്ന് പറയുന്നത് മുൻവർഷ ചോദ്യമാണേ. ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സിംഗുലർ പ്ലൂറൽ വേർഡ്സാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതും കൂടി നിങ്ങളൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. റിപ്പീറ്റായിട്ട് PSC ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഇതെല്ലാം ഒരു നോട്ടിനകത്ത് എഴുതി പഠിക്കാൻ തന്നെ നോക്കുക. അതുപോലെ തന്നെ ഇത് മാക്സിമം റിവൈസ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ മാത്രമേ നമുക്കിതെല്ലാം പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ റീസെൻ്റ്ലി ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും PSC ചോദിച്ചിട്ടുള്ളൊരു ഏരിയ തന്നെയാണിത്. ഇനി ഈ ഒരു ദിവസം മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുവാനായിട്ടുള്ളൂ എന്ന് കരുതി നല്ല രീതിയിൽ തന്നെ നമ്മളിത് പഠിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ള ഡിഗ്രി പ്രിലിമിനറി ലെവൽ എക്സാമുകളിൽ, അതായത് ഓരോ സ്റ്റേജിലായിട്ട് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ PSC ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയകളിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ നിങ്ങൾ മാക്സിമം ഇത് കണ്ടിട്ട് ഇതൊന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. എഴുതി വെച്ചിട്ട് പഠിക്കുക. ഇത് ഫോറിൻ വേർഡ്സും ഫ്രേസസും ആണ്. അത് റിപ്പീറ്റായിട്ട് കഴിഞ്ഞ് നമ്മുടെ PSCയുടെ ഡിഗ്രി പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ഫോറിൻ വേർഡ്സിൽ നിന്ന് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങളിത് പഠിക്കേണ്ടതാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്കിതെല്ലാം ഒന്നും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പറ്റുന്നതും മാക്സിമം നിങ്ങൾ ഇന്ന് തന്നെ കവർ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ബാക്കി റിവിഷൻസ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് നോക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ ഒരു മലയാളവും ഇംഗ്ലീഷും മാത്സും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളവർക്ക് അത് റിവിഷൻ ചെയ്യാവുന്നതാണ്. ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും കംപ്ലീറ്റ് ആയവരായാലും നമ്മൾ ഡെയിലി റിവിഷൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ വീക്ക്ലി വൺസ് ആണെങ്കിലും ഈ ഒരു മലയാളം ഇംഗ്ലീഷും മാത്സും നിങ്ങൾ കമ്പൽസറി ആയിട്ട് തന്നെ റിവിഷൻ ചെയ്യണം. ഒരു 50 മാർക്സ് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിലിമിനറി പാസ്സാകാൻ നമ്മൾ സിമ്പിൾ വേ നോക്കുമ്പോൾ ആ ഒരു 50 മാർക്കിന് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ, അതായത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളിലുള്ളതാണ് സ്പെൽ ടെസ്റ്റ് എന്നുള്ളത്. അത് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഒരു ദിവസം 5 എണ്ണം അല്ലെങ്കിൽ ഒരു 10 എണ്ണം മാക്സിമം വെച്ച് നിങ്ങളൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് എക്സാമിന് മുന്നേ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. കോച്ചിങ്ങിന് പോകാൻ സാധിക്കാതെ വീട്ടമ്മമാർക്കായാലും വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും കുറച്ച് പ്രയാസമായിരിക്കും ഇതെല്ലാം തന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. നമ്മൾ എക്സാം പാസ്സാകുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു സ്റ്റേജാണ്. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പഠിക്കേണ്ടത് മാത്രം നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ളത് കൺജങ്ഷൻസ്, അതായത് കോറിലേറ്റീവ് ആയിട്ടുള്ള കൺജങ്ഷൻസ് റിപ്പീറ്റായിട്ട് ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാമുകളിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം, കാരണം റിപ്പീറ്റായിട്ട് PSC ചോദിക്കുന്ന ഏരിയസ് നിങ്ങളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം കോമൺ പ്രിലിമിനറി എക്സാമുകൾ, അതായത് ഡിഗ്രി പ്രിലിമിനറി എക്സാമുകളിൽ അവർ റിപ്പീറ്റായിട്ടുള്ള ചോദിച്ച ഏരിയാസ് എവിടെയാണെന്ന് കണ്ടെത്തി അങ്ങനെ തയ്യാറാക്കിയൊരു വീഡിയോ ആണിത്. അതുപോലെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, അത് കുറേ എക്സാമുകളിൽ ആഡ് വെർബ് ചോദിക്കുന്നുണ്ട്. അതായത് അവർ തന്നിട്ട് ഓപ്ഷൻസിൽ ഇതിൽ ഏതാണ് ആഡ് വെർബ് എന്നുള്ളത്. അപ്പോൾ അത് ഓരോ പ്രിപ്പോസിഷൻസും ഓരോ പാർട്ട് ഓഫ് സ്പീച്ച് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.